പ്ലംബിംഗ് ജോലി തൊഴിലാളിയായ നടൻ സുധീർ ഇനി ആ പഴയ വില്ലനെ തിരിച്ചു കിട്ടില്ലേ? വീഡിയോ വൈറൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്ക് നടൻ സുധീർ സുകുമാരനെ പരിചയം. കൊച്ചി രാജാവിലെ സുധീറിന്റെ വില്ലൻ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതുമാണ്. ഡ്രാക്കുള സിനിമയിൽ ഡ്രാക്കുളയായും സുധീർ വേഷമിട്ടു. ഇപ്പോൾ സുധീർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത്. സുധീർ പങ്കുവച്ച വീഡിയോ കണ്ട ആരാധകർ ആദ്യം ഒന്ന് ഞെട്ടി. എന്നാൽ താരത്തിന്റെ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ. അടിപൊളി ഗെറ്റപ്പിലല്ലാതെ താരങ്ങളെ കാണാറില്ല. എന്നാൽ താൻ പ്ലംബിംഗ് ജോലി ചെയ്യുന്ന വീഡിയോ ആണ് സുധീർ പങ്കുവച്ചത്. സിനിമയിൽ വരും മുമ്പ് എല്ലാ തൊഴിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നായി ചെയ്തു നോക്കുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് എന്ന കുറിപ്പോടെയാണ് സുധീർ വീഡിയോ പങ്കുവച്ചത്. താരത്തിന്റെ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത്. താൻ പ്ലംബിംഗും മേസ്തിരി പണിയും പഠിച്ചു വീട്ടിൽ ഇപ്പോഴും പണിക്ക് വരുമ്പോൾ കൂടെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ആർമി ജവാൻ ആണ് എന്ന വഴികൾ ഇപ്പോഴും അഭിമാനം ആണ്. സാറിന്റെ വീഡിയോസ് കാണുമ്പോൾ അഭിമാനം. ഇത്രയ്ക്കും ലുക്കുള്ള പ്ലംബറെ ആദ്യമായിട്ട് കാണുക. ആ പഴയ വില്ലനെ നിങ്ങൾക്കിനി കാണാൻ കഴിയുമോ? ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ആരെയും വെറുപ്പിക്കാതെ സ്വന്തമായി പഠിച്ച് ജോലി ചെയ്യുന്നത് ഒരു സന്തോഷം തന്നെയാണ്. അതിനു പുറമെ ഒരു മടിയും കൂടാതെ എന്നെപ്പോലെ ഉള്ളവർക്ക് മറുപടി തരുന്നതും. സിനിമയിൽ വില്ലൻ ഒക്കെ ആണെങ്കിലും ജീവിതത്തിൽ നല്ല ഒരു റിയൽ ഹീറോ ആണ്. CID മൂസ നിങ്ങളുടെ നെറ്റിയിൽ വെടിയുണ്ട തുളച്ചു കയറ്റിയപ്പോൾ ശരിക്കും കൊണ്ടത് നിങ്ങളുടെ നെറ്റിയിലാണെങ്കിലും തുളച്ചു കയറിയത് എൻ്റെ നെഞ്ചത്താണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ് സുധീർ. 2021 താരത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ആത്മവിശ്വാസമാണ് ക്യാൻസറിൽ നിന്ന് തന്നെ അതിജീവിപ്പിച്ചതെന്ന് താരം പറഞ്ഞിരുന്നു. ഡോക്ടർമാരുടെ നല്ല വാക്കുകൾ മരുന്നിനേക്കാൾ ഗുണം ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. നല്ല വാക്ക് തരുന്ന ആത്മവിശ്വാസത്തിലാണ് അതിജീവനം. കൃത്യമായ വ്യായാമം ചെയ്തിരുന്ന ആരോഗ്യം നോക്കിയിരുന്ന തനിക്ക് ക്യാൻസർ വന്നു. എല്ലാവരും ആരോഗ്യം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.